പണ്ട് ജഗതി പറഞ്ഞ പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത ഭാഷ ഏതെന്ന് അറിയാത്ത ഈ കൂതറ. ഞാൻ ഒരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ എൻ്റെ തൊട്ടടുത്താണ് ഈ കൂതറ ഇരുന്നത്. സത്യം പറഞ്ഞാൽ കുളിക്കാത്ത പോട്ടെ, പല്ല് പോലും തേച്ചിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. തലേ ദിവസം അടിച്ച് കോണായതിൻ്റെ എല്ലാ ഭാവങ്ങളും ചേർത്ത് ഇങ്ങനെ ഇരിക്കുക തൂങ്ങി തൂങ്ങി ട്രെയിനിൽ. ഞാൻ ഇങ്ങനെ എറണാകുളം വരെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു, ഇതെന്തൊരു കോലമെന്ന്. പെമ്പിളരാകുമ്പോൾ ഇത്തിരി വൃത്തിയും മേനിയൊക്കെ നടക്കണ്ടേ, ഇതല്ല, അടിച്ച് പിരുന്ന് നടക്കുക. അങ്ങനെയുള്ളൊരു കൂതറ. ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, അല്ലെങ്കിൽ ജഗതി പറഞ്ഞതുപോലെ പറയുന്നത് ഏത് ഭാഷ എന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത ആ കക്ഷി രണ്ട് അതുപോലെ തന്നെ സമാസമം നിൽക്കുന്ന രണ്ട് കൂതറകളെയും കൂട്ടി, കൂട്ടുകാരെയും കൂട്ടി മൂന്നാർ സന്ദർശിച്ചു. ഒരു പാവം പിതാവ്, ഒരച്ഛൻ ഭയങ്കര സങ്കടത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞ കഥയാണ് ഞാനീ പറയുന്നത്. സിനിമാക്കാരനായിരുന്നു എന്ന് പറയുന്നതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് നാണം തോന്നി ആ അച്ഛൻ സംസാരിക്കുന്നത് കേട്ടപ്പോൾ. വെള്ളമടിച്ചാൽ കൂതറയാകുന്ന ആളാണ് ഈ അവതാരക. ഫിറ്റായി കഴിഞ്ഞാൽ തുണിമണിയൊക്കെ ഊരി അങ്ങ് എറിയും. എന്നിട്ട് ഡാൻസ് എന്ന് പറഞ്ഞ് പേക്കൂത്തൊക്കെ നടത്തും. ഗൾഫിലൊക്കെ ചെന്ന് തുണിമണിയില്ലാതെയൊക്കെ ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിരിക്കും വീഡിയോയിൽ. അങ്ങനെ പേക്കൂത്ത് നടത്തുന്ന ഈ കൂതറയും രണ്ട് കൂട്ടുകാരികളും കൂടി മാന്യമായി നടക്കുന്ന ഒരു റിസോർട്ടിൽ ഒരു സന്ധ്യയ്ക്ക് ചെന്ന് മൂന്നാറിൽ ചെന്ന് റൂമെടുത്തു.